ശ്രീനിവാസിനോട് സംസാരിക്കാൻ പോവാണോ സഹോദര? അങ്കിൾ അവൻ തന്നെ മരിച്ചു, പിന്നെ നമ്പർ എവിടുന്ന് കിട്ടാനാ? എന്ത് പറ്റി അങ്കിളെ? എന്റെ ക്ലോസ് ഫ്രണ്ട് ശ്രീനിവാസ് മരിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. അതെങ്ങനെ? ഇങ്ങനെയുള്ള ബെറ്റിംഗ്, കടം, ഈ അപമാനങ്ങളൊന്നും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ സൂയിസൈഡ് ചെയ്തു. അച്ഛാ, ഇതിപ്പോ എന്തിനാ പറഞ്ഞത്? പറയാൻ പാടില്ലേ മോനെ? ശരി, പറയുന്നില്ല, വിട്. നീ പ്രേമിച്ച പെണ്ണ് കാഞ്ചന എന്റെ ശ്രീനിവാസിന്റെ മോളാണെന്ന് ഇദ്ദേഹത്തിനോട് ഞാൻ പറയാൻ പാടില്ലേ മോനെ? ശരി, പറയില്ല. ആ മോഹൻറാമിന്റെ മകൻ എന്റെ വീട്ടിലേക്ക് വന്ന് ഫേക്ക് ഡോക്യുമെന്റ് കാണിച്ച് 50 ലക്ഷം തരുന്നോ അല്ല നിങ്ങളുടെ കാഞ്ചനയെ കല്യാണം കഴിപ്പിച്ച് തരുന്നോന്ന് ചോദിച്ച് കല്യാണ ഇൻവിറ്റേഷൻ മുഖത്തേക്ക് എറിഞ്ഞു. അതും പറഞ്ഞൂടെ? പറയില്ല. ഇതെല്ലാം അറിഞ്ഞാൽ നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കാന്നല്ല നിന്റെ പേടി? സിഗരറ്റോ മദ്യമോ കഴിച്ചാ ആ തെറ്റ് ചെയ്തവൻ ചാകും. എന്നാ ബെറ്റിങ് അത് ഇതിന് പോയാ അവന്റെ ചുറ്റുമുള്ളവരെല്ലാം നശിച്ചു പോകും. ഒരു ബെറ്റ് കാരണം എനിക്ക് എന്റെ മകനെ നഷ്ടമായി. നിന്റെ ജീവിതം കീറിയ പഴംതുണി പോലെയായി. നിന്റെ മകനെ എല്ലാവരും അപമാനിച്ചു. പക്ഷെ ഇതൊന്നും നിനക്കറിയില്ലല്ലോ. ഇതൊന്നും പറയാൻ പാടില്ലേ മോനെ? ഇനി എന്തുണ്ടടാ നിന്റെ അച്ഛനോട് എനിക്ക് പറയാൻ? നീ കാരണം എന്റെ മകൻ പോയി. പക്ഷെ നിന്റെ മകൻ കാരണം ഞങ്ങൾ എല്ലാവരും നന്നായിരിക്കുന്നു. ഇവൻ തങ്കമാടാ. നീയാളാ മനുഷ്യൻ. അച്ഛനെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛാ. അച്ഛനും അമ്മയും മാത്രമാണ് അച്ഛാ എന്റെ മൊത്തം ലോകമായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനോട് ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചു അച്ഛനെന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാണ്. അച്ഛന് വേറെ ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല. നിങ്ങളുടെ സന്തോഷമെല്ലാം ഈ ബെറ്റിംഗ് അല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടത്. പക്ഷെ അതന്നെ ഇപ്പൊ പ്രശ്നമായി. മറ്റുള്ളവരുടെ വീക്ക്നെസ്സിലൂടെ കളിക്കുന്നത് ചില പേരുടെ ഒരു ശീലമാണ്. അത് അവരുടെ തെറ്റല്ല, ആ സന്ദർഭം കൊടുക്കുന്ന നമ്മളുടെ തെറ്റാണ്. നിന്നെ പകരം വീട്ടാൻ എന്റെ ആയുധം നിന്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ എനിക്ക് അവനെ കൊല്ലണമെന്ന് തോന്നി. എന്നെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അച്ഛാ. അച്ഛനെ പറഞ്ഞ സഹിക്കില്ല. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ? അച്ഛാ, അവിനാശിനെ പെട്ടെന്ന് വിളിച്ച്. അച്ഛാ, നീ വിളിക്കേ. അച്ഛാ, അവനാച്ചാ കോൾ ചെയ്യുന്നത്. എടാ, എന്തൊരു ടൈമിംഗ് ആടാ നിന്റെ. ഞാനും ഭാര്യയും മോനും ഇപ്പോഴിതാടാ എന്റെ ലോകം. ബെറ്റിങ്ങില് 4ഉം 6ഉം ഒക്കെ അടിക്കുമ്പോഴേ TV നോക്കിക്കൊണ്ട് കൈമുട്ടിയവനാ ഞാൻ. എടാ, ഇപ്പൊ പറയുവാടാ, എന്റെ മോൻ കാഞ്ചനയുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോഴേ ഞാൻ നിന്നെ അവിടെ വരുത്തി കൈമുട്ടുവാടാ. We will win the bet. കാഞ്ചന എത്തിയോ? Yeah, അവളുടെ പേരൻസോ? they also came. എവറിത്തിങ് ഇസ് ഫൈൻ, റൈറ്റ്? Fine. എല്ലാവരും വന്നല്ലോ അല്ലേ? നിങ്ങൾ എത്തിയോ? സോറി ബ്രോ, അത് നിങ്ങളുടെ റൂമായിരുന്നു. അർജന്റ് ആയിട്ട് വന്നപ്പോ ഞാനൊന്ന് യൂസ് ചെയ്യേണ്ടി വന്നു. നീ ചെന്ന് ഗസ്റ്റിനെ റിസീവ് ചെയ്യും. ആ, ഗസ്റ്റ് അല്ലേ ഗസ്റ്റ്. ഞാനിപ്പോ തന്നെ പോ. അവിനാഷ്, ഇവനെന്തോ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവന്റെ പ്ലാൻ നിനക്ക് വർക്കൗട്ട് ആവും, എനിക്ക് കേൾക്കത്തില്ല. പോ, ഐ ഹാവ് ടു ഗെറ്റ് റെഡി. ആഹാ, കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ.
കപിൽ ഒരു പ്രാവശ്യം ഒന്ന് കെട്ടിപ്പിടിച്ചേ. ആ, ഓ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. എനിക്കൊരു ഡൗട്ട്. കല്യാണം നിനക്കാണോ അത് എന്താ അവിനാശിനാണോ? നിനക്ക് കണ്ട അങ്ങനെ തോന്നില്ലേ? ആ ബ്രോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബ്രോ. ബ്രോ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണ് കൺവിൻസ് ചെയ്യാ. ഇങ്ങോട്ട് വന്നേ. ദാ, ആ ആരെയാ നീ പറ്റിക്കുന്നേ? ഇതിന്റെ പേര് ഹഗ്. നിന്നെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. വാ. ഏയ്, നീ ഒരുപാട് ടെൻഷൻ ആവണ്ട. ഈ കല്യാണം നടക്കും. ബേബി ഒന്ന് പറഞ്ഞു കൊടുക്ക. അതെ ഉറപ്പായി നടക്കും. ഇവര് പറയുന്നത് ശരിയാണ്. ഇങ്ങോട്ട് നോക്ക് ബ്രോ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. സൂപ്പർ മുത്തശ്ശ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. ഡോണ്ട് വെറി, തീർച്ചയായിട്ടും നടക്കും. വേറെ ആര് വന്നാലും അകത്തേക്ക് വിടല്ലേ. അങ്കിൾ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? അറിയില്ലേ, കല്യാണമാ. നിങ്ങളാരാ? കഴിച്ചിട്ട് പോവല്ലേ? ആ, കഴിച്ചിട്ട് പോയാ മതി. വാ. ഭക്ഷണം. ബ്രോ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. കല്യാണം നടക്കും ബ്രോ, എന്തിനാ ടെൻഷൻ ആക്കുന്നേ? എടാ മച്ചു, പ്ലീസ് ബ്രോ. എന്താണ് അങ്ങനെ സൈലന്റ് ആയിരിക്കുന്നേ? നമുക്കൊന്ന് ചെയ്താലോ? ആ. അതൊക്കെ ഫേക്ക് ഡോക്യുമെന്റ് ആണെന്ന് പോലീസിനോട് പറഞ്ഞിട്ട് കല്യാണം നിർത്തിയാലോ? അത് തെറ്റാടാ. ഈ കല്യാണം നടക്കണം. എടാ, അവൻ കല്യാണം നടക്കണമെന്നല്ലേ പറയുന്നേ? എന്താണെങ്കിലും കല്യാണം നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ? ഓടെ. ടെൻഷൻ ആകില്ല ബ്രോ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. ബ്രോ എവിടെ? ബ്രോ ബ്രോ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. Yes. മുത്തശ്ശൻ ടൈമിംഗ് ഒടുക്കത്തെ ടൈമിംഗ് ആണല്ലോ. ഇങ്ങനെ ഇത്ര ടൈമിംഗിൽ വരുന്നത്? വേഗാവട്ടെ, ചെറുക്കൻ വിളിച്ചോണ്ട് വരൂ. സത്യം പറയണെങ്കിൽ ഈ ഡ്രസ്സ് നിനക്ക് നല്ലോണം സൂട്ട് ആവുന്നുണ്ട് ബ്രോ. ഡ്രസ്സ് മാത്രമല്ല, കാഞ്ചന എനിക്ക് നന്നായി സൂട്ടാകും. വേഗം കല്യാണ പെണ്ണിനെ വിളിച്ചോണ്ട് വരൂ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം. കഥയും ക്ലൈമാക്സിലേക്ക് എത്തി. ഇനി 5 മിനിറ്റിനകം താലികെട്ടും നടക്കും. എനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ട് ബ്രോ. എങ്ങനെയാ ഈ കല്യാണം നിർത്താൻ പോകുന്നേ? സീരിയസ്ലി ടെല്ലിങ്, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശി. അവിനാശും കാഞ്ചനയും തമ്മിൽ കല്യാണം നടക്കുവോ? അവിനാഷിന്റെ കല്യാണം, കാഞ്ചനയുടെ കല്യാണം തീർച്ചയായിട്ടും നടക്കും. അവിനാശിന് കാഞ്ചനയുമായി കല്യാണം നടക്കുവോ? ഇപ്പൊ നിന്റെ ചോദ്യം ക്ലിയർ ആയിട്ടുണ്ട്. അടുത്ത വാ, ഒരു സീക്രട്ട് പറയാം. പ്ലീസ് പറയടാ. അവിനാശിനോട് പോലും പറയില്ല. കാഞ്ചനയുടെ കല്യാണം കപ്പിലിന്റെ കൂടെ തീർച്ചയായിട്ടും നടക്കും. നീ വേണമെങ്കിൽ ഇത് അവിനാഷിനോട് പറഞ്ഞു നോക്ക്. ഇത് ഞാൻ അപ്പോഴേ വിചാരിച്ച. ഞാനിപ്പോ റിലാക്സ്ഡ് ആണ്. റിലാക്സ്. ഹേ ശ്യാം, അവനെന്താ പറഞ്ഞത്? ഈ കല്യാണം നടക്കും അത്ര. ഞാനോ തന്നെയല്ലേ പറഞ്ഞേ? അവൻ പറയുന്നത് അവന്റെ കല്യാണത്തിനെ കുറിച്ച്. കാഞ്ചനയും അവനും തമ്മിലുള്ള കല്യാണം നടക്കും അത്ര. ഒന്ന് പോടാ. ആദ്യം നിന്റെ ഫാമിലി എവിടെയാണെന്ന് പോയി നോക്ക. എല്ലാം നിന്റെ വിധിയാടാ, വിധി. അത് ആർക്കും മാറ്റാൻ കഴിയില്ല. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? താലി എടുത്തു തരൂ. ഇപ്പൊ പറ്റില്ല, 2 മിനിറ്റ് കൂടെ ഉണ്ട്. അത് കുഴപ്പമില്ല, നിങ്ങൾ എടുത്തു തരൂ. ഇങ്ങോട്ട് നോക്ക്. താലി കെട്ടാൻ പോവാ. കാഞ്ചനയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ. ഞാൻ കെട്ടാൻ പോവാടാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏയ്, ഞാൻ ഓൾറെഡി കെട്ടിക്കൊണ്ടിരിക്കുക. നീ ആരെ കെട്ടാൻ പോവാ? അതെയോ? 1 സെക്കൻഡ് പ്രിയ. ഏയ് പ്രിയ, നീ എന്താ ഇവിടെ? എന്താ ഈ കോലത്തില്? ഏ അവിനാഷ്, ഈ താലി ആർക്കണം ചോദിച്ചില്ലേ? ഈ പ്രിയക്ക് വേണ്ടിയാ. കെട്ടിക്കോട്ടെ. നീ കെട്ടിക്കേ. കെട്ടിക്കോട്ടെ. കെട്ട്. ഏ പ്രിയ, എന്താ ഇത്? അവിനാഷ് ഒന്ന് താലി കേട്ടോ. ഒന്ന് മിണ്ട. എന്തോന്ന്? ഡാ, നീ വേഗം ഒന്ന് കെട്ടുന്നുണ്ടോ ഇല്ലയോ? ഏയ് വേണ്ട പ്രിയ. നിനക്ക് എല്ലാത്തിനേക്കാളും ഈഗോല്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ കെട്ടാൻ പോവാ. കെട്ട്. അവനെന്തിനാടി നിനക്ക് താലി കെട്ടുന്നേ? അപ്പൊ നീ കാഞ്ചനയ്ക്ക് താലി കെട്ടുന്നത് തെറ്റല്ലേ? അയ്യോ, പറഞ്ഞാലും മനസ്സിലാവില്ല. എന്ത് മനസ്സിലാവില്ല? നമ്മുടെ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ സിറ്റുവേഷൻ വേറെയായിരുന്നു. ഇതാണ് കറക്റ്റ് സിറ്റുവേഷൻ. എടാ, നീ എനിക്ക് താലി കെട്ട്. അത് അവൻ കാണണം. കെട്ട്. മുഹൂർത്ത സമയം കഴിയാറായി. ആരെങ്കിലും ഒന്ന് നീ ഒന്ന് കെട്ട്. കെട്ടുന്നുണ്ടോ? അവരാണെങ്കിൽ മീറ്റിംഗും അതും ഏയ്, ഇതും. അവിനാഷ്! അവിനാഷ് താലി കെട്ട്. ഞാൻ കെട്ടും. വേഗം കെട്ട്. നീ എന്തിനാ അവളെ കെട്ടുന്നേ?
പെട്ടെന്ന് മന്ത്രം പറഞ്ഞേക്ക്. മാംഗല്യം തന്തു ജ്ഞാനീനാം മമ ജീവന ബ്രോ, കല്യാണം നടന്നല്ലോ. ക്ലീൻ ബോൾഡ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതല്ലേ യു ആർ ഗ്രേറ്റ് അങ്കിൾ. യു വോണ്ട് ദ ബെറ്റ്.